ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ 2 കാർഡ് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ കിട്ടിയത് ഏസ് ഓഫ് വാൺസും 4 ഓഫ് കപ്സുമാണ്. ഏസ് ഓഫ് വാൺസ് എന്ന് വെച്ചാൽ ന്യൂ ബിഗിനിങ് ആണ്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ, പുതിയ പുതിയ ആശയങ്ങൾ, നമ്മുടെ ലൈഫിലേക്ക് പുതിയ ഓരോ കാര്യം വന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ 4 ഓഫ് കപ്സിലിരിക്കുക, അതായത് നമുക്ക് നിസ്സംഗതയോടെ ഇരിക്കുകയാണ്. നമുക്ക് ഒരു മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ ആത്മവിശ്വാസത്താൽ നമ്മൾ എന്തോ പഴയ കാലത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുറകിൽ നിന്നൊരു കപ്പ് വരുന്നത് അതും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മളിൽ തന്നെ ആത്മപരിശോധന നടത്തുക. എന്താണ് സംഭവിച്ചതെന്ന് സ്വയം മോട്ടിവേഷൻ ആകുക. ആരും മോട്ടിവേഷൻ നടത്താൻ വന്നില്ലെങ്കിൽ പോലും നമ്മൾ സ്വയം മോട്ടിവേഷൻ ആകുക. നമ്മുടെ ലൈഫ് നമ്മുടെ റെസ്പോൺസിബിളാണെന്നറിയുക. അപ്പോൾ നമുക്ക് പുതിയ ആശയങ്ങൾ വരുന്നതാണ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്, പുതിയ അവസരങ്ങൾ വരുന്നതാണ്. അപ്പം നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തി നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങുക എന്നാണ് ഇന്നത്തെ കാർഡ് ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് കിട്ടിയിരിക്കുന്നത്. സ്വയം ആത്മവിശ്വാസം നടത്തുക. നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാത്ത കഷ്ടപ്പാടോ ദുരിതങ്ങളോ വേദനകളോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മഫലമാണ്. ഈ ജന്മത്തല്ല, കഴിഞ്ഞ ജന്മത്തെ കർമ്മഫലം വരുന്നതാണ്. അതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീൽ ചെയ്യുക. ഹീൽ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും പേഷ്യൻസിനെ, ആരും ഇല്ലാതെ സഹായിക്കാനായി കിടക്കുന്ന ഏതെങ്കിലും പേഷ്യൻസിനെ കാണുക. അവരെ നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് കൊടുക്കാനില്ല, പക്ഷെ നമുക്ക് ഫിസിക്കലായിട്ട് അവരെ സഹായിക്കാൻ പറ്റും. അവരതൊന്ന് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ലൊരു ഹീലിംഗാണ്. അങ്ങനെ ചെയ്യുക. പിന്നെ ഒരാൾക്കെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. അതായത് ആ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലായിരിക്കുന്ന വ്യക്തിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഹീൽ ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല അവസരങ്ങൾ വരികയും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കുറേ മാറ്റം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ കൂട്ടുകാരെ. താങ്ക് യു.